വെൽക്കം ടു +2 ഫിസിക്സ് സീരീസ് പാർട്ട് 14. ഇവിടെ ഗോസ് ലോ കഴിഞ്ഞ ദിവസം പോസ്റ്റിങ്ങിൽ കണ്ടു, പ്രൂഫ് കണ്ടു. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യം ഇക്വി പൊട്ടൻഷ്യൽ സർഫസും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതിപ്പോൾ ഒരു പോയിൻ്റ് ചാർജ്, ഇതിൻ്റെ ചുറ്റും നമുക്ക് ഇഷ്ടം പോലെ കോൺസെൻട്രിക് സർഫസസ് വരയ്ക്കാം. അതിൻ്റെ ഭാഗമായി കാണിച്ചിരിക്കുന്നു. ഇത് DS1, ഇത്രയും ഭാഗം DS1, ഈ സർഫസിൻ്റെ ഏരിയ DS2, ഏരിയ DS3. ചാർജിൽ നിന്ന് അകലേക്ക് പോകും തോറും ഇൻറ്റൻസിറ്റി മാറുമല്ലോ. ഇവിടുത്തെ ഇൻറ്റൻസിറ്റി E1, ഇവിടുത്തെ ഇൻറ്റൻസിറ്റി E2, ഇവിടുത്തെ ഇൻറ്റൻസിറ്റി E3. തീർച്ചയായിട്ടും E1 ഈസ് ഗ്രേറ്റർ ദാൻ E2, E2 ഈസ് ഗ്രേറ്റർ ദാൻ E3. ഇങ്ങോട്ട് പോകും തോറും ഇൻറ്റൻസിറ്റി കുറഞ്ഞ് വരണമല്ലോ. അപ്പോൾ ഇത് ഏരിയ DS1, DS2, DS3. തീർച്ചയായിട്ടും ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ഫ്ലക്സ് ഈ രണ്ട് ലിമിറ്റിനിടയ്ക്ക്, ഈ വരച്ചിരിക്കുന്ന രണ്ട് ലിമിറ്റിംഗ് റേസിന് ഇടയ്ക്ക് കടന്നു പോകുന്ന ലൈൻസ് ഫ്ലക്സിൻ്റെ എണ്ണം സെയിം ആയിരിക്കണമല്ലോ. ഇവിടുന്ന് പുറപ്പെട്ടതല്ല, ഇതിൽ കൂടെ എല്ലാം ക്രോസ് ചെയ്ത് വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ ഡി സൈ, ഇതിനിടയ്ക്ക് കൂടെ പോകുന്ന ഫ്ലക്സ് ഡി സൈ ഈക്വൽസ്, ഇവിടെ ആണെങ്കിൽ സൈ ഈക്വൽസ് E ഇൻറ്റു A. അപ്പോൾ ഇൻറ്റൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ ഫ്ലക്സാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്ലക്സ് E1D ഇൻറ്റു DS1, ഇവിടുത്തെ ഫ്ലക്സ് E2 ഇൻറ്റു DS2, ഇവിടുത്തെ E3 ഇൻറ്റു DS3. തീർച്ചയായിട്ടും ഇതെല്ലാം ഈക്വൽ ആയിരിക്കണമല്ലോ. അപ്പോൾ ഡി സൈ ഈക്വൽസ് E1 DS1 ഈക്വൽസ് E2 DS2 ഈക്വൽസ് E3 DS3 ഈക്വൽസ് എക്സെട്ര, ഓർ ഡി സൈ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഡി സൈ ഈസ് എ കോൺസ്റ്റൻറ്റ്. കാരണം ഇങ്ങോട്ട് പോകും തോറും ഈ കുറഞ്ഞു വരും, പക്ഷേ ഡി സൈ കൂടി വരിക. ഇതിനേക്കാൾ ഡി സൈ ഇവിടെ കൂടുതലാണ്, അതിലും കൂടുതലാണ് ഇവിടെ. ഈ കുറയുകയും ഡി സൈ കൂടുകയും ചെയ്താൽ പ്രോഡക്റ്റ് മസ്റ്റ് റിമെയിൻ എ കോൺസ്റ്റൻറ്റ്. അതത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്, ഏതെങ്കിലും ഒരു സർഫസിൽ എല്ലാ പോയിൻറ്റിലും പൊട്ടൻഷ്യലിന് ഒരേ വാല്യൂ ആണുള്ളതെങ്കിൽ അത്തരം സർഫസിനെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് എന്ന് വിളിക്കുക. സോ എനി സർഫസ് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിൻ്റ് ഓഫ് വിച്ച് ഈസ് സെയിം ഈസ് കോൾഡ് ആൻ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. ഇപ്പോൾ ഒരു പോയിൻ്റ് ചാർജാണ് Q, ഇതിന് ചുറ്റും രണ്ട് സർഫസസ് വായിക്കുന്നുണ്ട്, സ്ഫെറിക്കൽ സർഫസസ് S1 ആൻഡ് റേഡിയസ് R1, S2 റേഡിയസ് R2. ഈ സർഫസിൽ ഏത് പോയിൻ്റ് എടുത്താലും പൊട്ടൻഷ്യൽ 1/4πε0 ഇൻറ്റു Q/R1 തന്നെയാണ്, സെയിമാ എല്ലായിടത്തും. അപ്പോൾ ഇതൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസാണ്. ഈ സർഫസിൽ ഏത് പോയിൻ്റ് എടുത്താലും പൊട്ടൻഷ്യൽ Q/R2 വരും. ദറ്റ് ഈസ് അനദർ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ പോയിൻ്റ് ചാർജിൻ്റെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രിക് സ്ഫെറിക്കൽ സർഫസസാണ്. ഇൻക്രീസിങ് റേഡിയസ് ഉള്ള സ്ഫെറിക്കൽ സർഫസസാണ്. സ്ഫിയറേ വരൂ പോയിൻ്റ് ചാർജിൻ്റെ. ഓരോ സ്പെഷ്യൽ കേസ് നമ്മൾ കാണും. ഇതിപ്പോൾ രണ്ട് ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ് ആണെന്നിരിക്കട്ടെ, ഇതൊന്ന്. ഈ സർഫസസ്, ഇതിലെ പൊട്ടൻഷ്യൽ എല്ലാം സെയിമാണ്. ഇതിലെ പൊട്ടൻഷ്യൽ വേറൊരു വാല്യൂവാണ്, പക്ഷേ ഇതിലേത് പോയിൻ്റ് എടുത്താലും ആ വാല്യൂ തന്നെ. ഈ രണ്ട് സർഫസസ് തമ്മിലുള്ള അകലം DR എന്നിരിക്കട്ടെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇതിൻ്റെ പൊട്ടൻഷ്യലും ഇവിടുത്തെ പൊട്ടൻഷ്യലും തമ്മിലുള്ള ഡിഫറൻസ് dV എന്നിരിക്കട്ടെ. എങ്കിൽ ഇൻറ്റൻസിറ്റി ഈക്വൽസ് -dV/dR. മൈനസ് ഒക്കെ കളയാൻ നമുക്ക് കാൽക്കുലേഷൻ അത്. അപ്പോൾ ഈക്വൽസ് dV/dR, ഫ്രം വിച്ച് DR ഈക്വൽസ് dV/E. ഇതിൽ നിന്നൊരു സൂചന കിട്ടുന്നുണ്ട്. സ്ട്രോങ് ഫീൽഡാണെങ്കിൽ ഈ കൂടുതലാണ്, ഈ കൂടുമ്പം DR കുറയും. ഇപ്പം ശക്തിയുള്ള ഫീൽഡാണെങ്കിൽ ഏത് രണ്ട് ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ് എടുത്താലും അത് തമ്മിലുള്ള അകലം DR കുറഞ്ഞിരിക്കും. ഈ കുറവാണെങ്കിൽ വീക്ക് ഫീൽഡ്, ശക്തി കുറഞ്ഞ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഈ കുറവാണ്. ഈ കുറവാണെങ്കിൽ DR കൂടിയിരിക്കും.
ചുരുക്കത്തിൽ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഇതൊരു സങ്കല്പമാണ്. സങ്കല്പം എന്ന് പറയാൻ പറ്റില്ല. പൊട്ടൻഷ്യൽ നമുക്ക് റിയാലിറ്റിയിലുണ്ട്. ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് അത് നമ്മൾ കാണിപ്പോൾ ഈ ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ്. പക്ഷേ സ്പേസിലെ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് നമുക്ക് ഇമാജിൻ ചെയ്യുക എന്ന് വൃത്തിയുള്ളൂ. ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ് തമ്മിലുള്ള അകലം, that is a measure of intensity of electric field in that region. Strong field means equipotential surfaces will be closely packed. അടുത്തടുത്ത് വരും equipotential surfaces. Weak field ആണെങ്കിൽ equipotential surfaces are separated more. രണ്ട് equipotential surfaces നമ്മൾ അകലം വീക്ക് ഫീൽഡിൽ കൂടിയിരിക്കും, സ്ട്രോങ് ഫീൽഡിൽ കുറഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ് ഒരു പ്രത്യേകത അതാണ്. അതിൻ്റെ ക്ലോസിനെസ് ഓഫ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ് ഈസ് എ മെഷർ ഓഫ് ഇൻറ്റൻസിറ്റി ഓർ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദാറ്റ് റീജിയൻ. ഇനിയും ഏതൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ് എടുത്താലും അതിലെല്ലാം പൊട്ടൻഷ്യൽ സെയിം ആണല്ലോ. ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് സീറോയാണ്, എല്ലായിടത്തും ഒരേ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ ചാർജ് മൂവ് ചെയ്യില്ല. അല്ലെ ചാർജ് മൂവ് ചെയ്യണമെങ്കിൽ വർക്കും ചെയ്യണ്ട. ഒരേ പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമ്മൾ വർക്കേ ചെയ്യണ്ട. ഗ്രാവിറ്റിക്ക് എതിരെ വർക്ക് ചെയ്യണം. ഗ്രാവിറ്റിയുടെ ഡയറക്ഷനിലോ ഗ്രാവിറ്റിക്ക് എതിരെയോ നമ്മൾ വസ്തു ചലിപ്പിക്കണം. ഒരു പ്രതലത്തിൽ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഫ്രിക്ഷൻ ഇല്ലെന്ന് വിചാരിച്ചാൽ ഒരു ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കൂടെ ഒരു ഓബ്ജക്റ്റ് നീക്കാൻ ഗ്രാവിറ്റിക്ക് എതിരെ ഉണ്ട വർക്ക് സീറോയാണ്. അതൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസാണ്, ഗ്രാവിറ്റേഷണൽ ഇക്വി പൊട്ടൻഷ്യൽ സർഫസാണ്. അപ്പോൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫസിൽ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു ചാർജ് ഡിസ്പ്ലേസ് ചെയ്യാൻ വർക്കൊന്നും ചെയ്യേണ്ട. സോ വർക്ക് ഈസ് നോട്ട് റിക്വയർഡ് ടു ഡിസ്പ്ലേസ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ ഓൺ ആൻ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ്. മറ്റൊരു പോയിന്റ് ഇപ്പോൾ പറഞ്ഞത്, ക്ലോസ്നെസ് ഓഫ് ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ഈസ് എ മെഷർ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദി റീജിയൻ. മറ്റൊന്ന്, ടു ഇക്വി പൊട്ടൻഷ്യൽ സർഫസസ് വിൽ നോട്ട് ക്രോസ് ഈച്ച് അതർ. ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസിനെ കട്ട് ചെയ്തുകൊണ്ട് മറ്റൊരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് പോയില്ല. എങ്ങനെ പോകാൻ പറ്റുന്നത്? രണ്ട് ഇക്വി പൊട്ടൻഷ്യൽ സർഫസിലും പൊട്ടൻഷ്യൽ വ്യത്യാസമാണ്. അത് രണ്ടും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരേ പൊട്ടൻഷ്യൽ ആ രണ്ട് സർഫസിലും ആ പോയിന്റ് വരുന്നെന്നല്ലേ അർത്ഥം. കട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ഞാൻ ക്വസ്റ്റ്യൻ ആൻസറായിട്ട് പറയുന്ന കൂട്ടത്തിൽ മറ്റു പ്രത്യേകത നമുക്ക് പ്രൂവ് ചെയ്യണം. അടുത്ത പോയിന്റ്, ഇപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് ബോഡിയിൽ ഒരു കോപ്പർ മെറ്റലൊക്കെ സാധാരണ മെറ്റലൊക്കെ കണ്ടക്റ്റിംഗ് ബോഡീസാണ്. അതിൽ നമുക്ക് സ്റ്റാറ്റിക് ഇലക്ട്രിക് ചാർജ് ഫ്രിക്ഷൻ മൂലമൊക്കെ ചാർജ് കൊടുത്താൽ അതിൻ്റെ സർഫസ് ഒരു ഇക്വി പൊട്ടൻഷ്യൽ സർഫസാണ്. അപ്പോൾ സർഫസ് ഓഫ് എ കണ്ടക്റ്റിംഗ് ബോഡി having static electric charge is always an equipotential surface. അതിന് കാരണം എന്താണെന്ന് നോക്കി, ഇതിപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് ബോഡിയുടെ സർഫസാണ്, ഒരു കോപ്പർ ബ്ലോക്കോ എന്തെങ്കിലും, അതിൽ ചാർജ് കൊടുത്തിട്ടുണ്ട്. സ്റ്റാറ്റിക് ചാർജ്, അനങ്ങാതിരിക്കുക ചാർജ്. അതിൻ്റെ അർത്ഥം ചാർജ് അനങ്ങുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇതിന് ഈ ഡയറക്ഷനിലോ ഈ സർഫസിന് പാരലായിട്ട് ഫോഴ്സ് ഒന്നും കിട്ടുന്നില്ല. ഫോഴ്സ് കിട്ടുമായിരുന്നു ചലിച്ചേനെ. അപ്പോൾ there is no force parallel to the surface acting on the charge. അല്ലാതെ ചലിച്ചതിനെ, കറണ്ട് ഉണ്ടായേനെ. അപ്പോൾ ഈ ക്യൂ ആണ് ഫോഴ്സ്. ഈ സർഫസിലുള്ള ക്യൂ എന്ന് പറഞ്ഞൊരു ചാർജ് എടുത്താൽ അതിലുള്ള ഫോഴ്സ് F = E × Q. അതിവിടെ 0 എന്നാണ് കിട്ടി. വിച്ച് മീൻസ് EQ = 0 മീൻസ് E = 0. അപ്പോൾ ടാൻജൻഷ്യൽ ഡയറക്ഷൻ ഒരു കണ്ടക്റ്റിംഗ് ബോഡിക്ക് ചാർജ് സ്റ്റാറ്റിക് ചാർജ്, ചലിക്കുന്ന ചാർജല്ല, സ്റ്റാറ്റിക് ചാർജ് കൊടുത്താൽ ആ സർഫസിന് പാരലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് 0 അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്കും ചെയ്യണ്ട. പൊട്ടൻഷ്യൽ ഡിഫറൻസും ഇല്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരുന്ന ചാർജ് ചലിച്ചേനെ. ചലിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം V ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ
dv, potential difference, dv equals e dr. കാരണം ഇ ഈക്വൽ ഡി വി ബൈ ഡി ആർ എന്നാണ്. സോ ഡി വി ഈക്വൽസ് ഇ ഇൻറ്റു ഡി ആർ. ഇ സീറോയാ ഈ സർഫസിന് പാരലായിട്ട്. സോ ഡി വി ഈക്വൽസ് സീറോ, വിച്ച് മീൻസ് ഡി വി സീറോ മീൻസ് ഡിഫറൻസ് ഇൻ വോൾട്ടേജ് പൊട്ടൻഷ്യൽ ഈ സീറോ മീൻസ് വി ഈസ് എ കോൺസ്റ്റൻറ്റ്. സോ സർഫസ് ഓഫ് എ ചാർജ് കണ്ടക്ടിങ് ബോഡി ഈസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇതൊരു ചെറിയ ലൈറ്റ് പ്രൂഫാണ്. Another one, ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ്. ഇപ്പോൾ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രൂവ് ചെയ്യാം. ഇതിപ്പോൾ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെന്നിരിക്കട്ടെ. ഈ സർഫസിന് തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ ചരിഞ്ഞ ഇൻറ്റൻസിറ്റി ഇന്നും ഇരിക്കട്ടെ. ഈ ഇക്വിപൊട്ടൻഷ്യൽ സർഫസുമായിട്ടുള്ള തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ ചരിഞ്ഞാണ് ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്നും ഇരിക്കട്ടെ. നമുക്ക് ഈ രണ്ട് കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒന്ന്, ഈ സർഫസിന് പാരലായിട്ട് ഈ കോസ് തീറ്റ. രണ്ട്, സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് ഈ സൈൻ തീറ്റ. പക്ഷേ നമ്മളിപ്പോൾ കണ്ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പൊട്ടൻഷ്യൽ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഈ സീറോ, ഈ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് സീറോ ആയിരിക്കണം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പാരലായിട്ട് ചാർജൊന്നും ചലിക്കില്ലല്ലോ, പൊട്ടൻഷ്യൽ സെയിം അല്ലേ. അതിൻ്റെ അർത്ഥം ഈ കോസ് തീറ്റ, ആ ഡയറക്ഷനിലുള്ള ഇൻറ്റൻസിറ്റി ഈ കോസ് തീറ്റ മസ്റ്റ് ബി സീറോ. ഈ കോസ് തീറ്റ സീറോ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ ഈസ് സീറോ ഓർ തീറ്റ ഈസ് 90 ഡിഗ്രി. അപ്പോൾ ചുരുക്കത്തിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ഈ സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ 90 ഡിഗ്രി എന്നാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഈ ഇവിടെ പെർപെൻഡിക്കുലറിൽ കൂടെ ആയിരിക്കണം എന്നർത്ഥം. അല്ലെ തീറ്റ 90 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ കമ്പോണൻറ്റ് ഈ സൈൻ 90 ഇ എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ വരാൻ പറ്റുള്ളൂ, ഒരിക്കലും ചരിഞ്ഞ് വരില്ല. അപ്പോൾ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് ചരിഞ്ഞ് വരില്ല ഇലക്ട്രിക് ഫീൽഡ്, എപ്പോഴും അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതാണ് പ്രൂവ് ചെയ്തത്. ഞാനൊന്നുകൂടെ പറയുക. ഈ ഈ ചരിഞ്ഞാണെന്ന് ആദ്യം അങ്ങോട്ട് അസ്യൂം ചെയ്യുന്നു. എങ്കിൽ അതിന് രണ്ട് കമ്പോണൻ്റ് എടുക്കുക. ഈ കോസ് തീറ്റ സർഫസിന് പാരലായിട്ട് ഈ സൈൻ തീറ്റ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട്. പക്ഷേ നമുക്കറിയാം സർഫസിന് പാരലായിട്ട് ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പാരലായിട്ട് ഒരിക്കലും ഇൻറ്റൻസിറ്റി ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ ഈ കോസ് തീറ്റ ഈസ് സീറോ. ഈ കോസ് തീറ്റ സീറോ എന്ന് പറയുമ്പം കോസ് തീറ്റ ഈസ് സീറോ, വിച്ച് മീൻസ് തീറ്റ ഈക്വൽസ് 90 ഡിഗ്രി. തീറ്റ 90 എന്ന് പറയുമ്പോൾ ഈ ഡയറക്ഷൻ ഓഫ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്നർത്ഥം. അത്രയേ ഉള്ളൂ. ബാക്കി നമ്മളെടുത്ത ക്ലാസ്സിൽ കാണാം. ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ട് ഗോസ്ലയുടെയൊക്കെ. താങ്ക് യു.